നമസ്കാരമുണ്ട്. ഈ ചെടി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ഔഷധ ഗുണമുള്ളതെന്നൊക്കെ പറയണ കേട്ടെ. പല കാലത്ത് ചെറുപ്പത്തിലേക്ക് തിന്നിട്ടുണ്ട്. ഇതാണ് സാധനം. പൊട്ടിച്ചിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് ഈ സാധനം തിന്നാം. നമ്മുടെ ഇതിനെപ്പറ്റി അറിയാനായിട്ട് നമ്മുടെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകൻ വരുന്നുണ്ട്, താമുച്ചേട്ടൻ്റെ മകൻ. ചേട്ടാ, ഈ ഇതിന് എന്തെന്നാ പറയാ പണ്ട് കാലത്ത്? പൂച്ചപ്പഴം. ഇവിടെ നിൽക്ക്. ഇതിനെ പൂച്ചപ്പഴം എന്ന് പറയാ. പഴുത്തത് തിന്നാല. ഇതിനെന്താ വല്ല ഔഷധ ഗുണമുണ്ടോ? അതെ. ചേട്ടനത് പരിചയപ്പെടാം. ഇത് പേരൊന്ന് പറഞ്ഞേ. ചേട്ടൻ ദിലീപ് ചേട്ടൻ. വീട് പാറയത്ത് ചെറുവാളൂർ പാറയത്ത് നമ്മുടെ ബേക്കറി ജംഗ്ഷൻ്റെ വീടിൻ്റെ അടുത്ത് താമുച്ചേട്ടൻ്റെ മകനാണ് മനോജ് അല്ലേ? ദിലീപ്. എന്താ പരിപാടി? ഓക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കാഴ്ചപ്പാടുണ്ടല്ലേ? അതെ, നല്ല ഇതുണ്ടല്ലേ, നല്ല മധുരം ഉണ്ടല്ലേ? ഓക്കെ. ഏത് കളറാ? ഇങ്ങോട്ട് നിന്ന് നോക്കിയേ. ആ കളറാ വേണം തിന്നാ. അതെ, അത് ശരി. ഇത് പലരും ഇങ്ങനെ പൂച്ചപ്പഴം, ഇത് പൂച്ചപ്പഴം എന്ന് പറയണേ. ഈ സാധനത്തിന് തിന്നാലേ? അതിന്റെ ഉള്ളിലത്തെ കായ തിന്നാൻ നല്ല മധുരം ഉണ്ടല്ലേ? ഓക്കെ. ശരി എന്നാ. ഓക്കെ. അപ്പൊ പേര് മറന്നുപോയി. ദിലീപ്. ദിലീപ് പേര് പെട്ടെന്ന് ദിലീപ് ആളുടെ വായിന്ന് തന്നെ പറയും, ദിലീപ്. ഓക്കെ. ദിലീപ് ഏട്ടൻ പറഞ്ഞതേ ഇതേമാതിരി തന്നെ ഈ പൂച്ചപ്പഴത്തിൻ്റെ ഗുണം കാര്യം പുള്ളി എല്ലാ ദിവസവും നോക്കാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി പാടത്തേക്കൊക്കെ പോണ സമയത്തേ നമ്മുടെ ഇതിലേണ് പാടത്തേക്ക് പോണതേ, അപ്പോൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഓക്കെ, പൂച്ചപ്പഴമാണ്. ഇതിന് പൂച്ചപ്പഴം എന്ന് പറയും കേട്ടോ. വല്ലവർക്കും വേണമെന്നുണ്ടെങ്കിൽ തരാം, സൗജന്യമായിട്ടും ഉണ്ടോ കേട്ടോ. ഓക്കെ.